ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നൊരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്താണെന്നൊന്നും നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നെനിക്കറിയാം. ഇതാണ് ഗൈസ്, ഒരു വീട്ടിൻ്റെ സൈഡിലായിട്ട് കുറേ മുളകളുള്ള ചെടിയൊക്കെ വെച്ചിരിക്കുകയാണ്. നല്ല രസമില്ല, വേറെ എവിടെയും ഫോട്ടോ എടുക്കാനൊന്നും പോകണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫോട്ടോ എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണം. അപ്പം നമ്മളിങ്ങനെ നടന്നു പോവാണ്. ഇന്നലത്തെ അതിഥിക്ക് വേണ്ടി ഒരു സാധനം മേടിക്കാനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും. ആ അതിഥിനെയും എല്ലാവരും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഫസ്റ്റത്തെ രണ്ടാമത് വന്ന അതിഥിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളത് ചില വീഡിയോസിലൊക്കെ കാണുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കെന്തായാലും നമ്മളെന്താ മേടിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ആ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ കുറച്ച് വിശേഷം ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഈ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് കത്തിച്ചിരിക്കുക. പാവം കത്തിപ്പോയില്ല, ചിലത് ഒക്കെ പീസായി എന്നല്ലാതെ കത്തിയൊന്നും പോയില്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് നമ്മുടെ അരിപ്പൂവിൻ്റെ വേറൊരു സൈസ് ചെടിയാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇങ്ങനെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പറിച്ച് തലയിലൊക്കെ വെക്കും. അത്ര ഉപകാരമൊന്നുമില്ലാത്ത ചെടിയാണ് കേട്ടോ, അത് വെറുതെ ഒരു ഷോയ്ക്ക്. പിന്നെ ഇത് കണ്ടോ, ഒരു വീട്ടിലെ ചെടിയാണ് നിങ്ങളീ കാണുന്നത്. മൊത്തം കാട് പിടിച്ച് കിടക്കും. അതുകൊണ്ട് ഞാൻ ഓവർ കാണിക്കാത്ത കേട്ടോ. ആ വീട്ടിൽ ആരും ഇല്ലാന്ന് തോന്നുന്നു, ഞാൻ അങ്ങനെ കാണിച്ചില്ല. ഇപ്പോൾ കണ്ടോ, നല്ല റെഡ് കളറിൽ കണ്ടോ. ഇത് കണ്ടോ, ഇതൊരു വീടിൻ്റെ സൈഡിൽ കുറേ ചെടികളൊക്കെ വെച്ചത് കണ്ടോ. പിന്നെ ഇപ്പുറത്തെ വീട്ടിൽ പാഷൻ ഫ്രൂട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് കേട്ടോ നമ്മളെ ലോങ്ങൻ്റെ മരം, ഉണങ്ങിപ്പോയിരിക്കുകയാണേ. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഫാത്തി ഡെൻ്റൽ ക്ലിനിക്കാണ് കേട്ടോ. ഇവിടെ എല്ലാവരും വരുത്തുണ്ട്. 6 മണിയാകുമ്പോൾ ഇത് പൂട്ടും കേട്ടോ. ഒരു 9-10 മണി അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് തുറക്കുന്നത്. സാറ്റർഡേ സൺഡേ 9 മണി മുതൽ 2 മണി വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മ ഇന്നിവിടെ വന്നിട്ടുണ്ടായിരുന്നു, കാരണം ഉമ്മാൻ്റെ അണപ്പല്ലിന് വല്ലാത്ത വേദനയാണ്. അപ്പോൾ അവിടെ പൊരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ നാളെ അത് പൊരിക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ മെയിൻ റോഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. 4 ഗ്യാസുള്ള വണ്ടി. ഇനി നമുക്ക് ഇപ്പുറത്തൊന്ന് കടക്കണം. അങ്ങനെ ഗൈസ്, നമ്മളിപ്പോഴത്തെ കടന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, അങ്ങനെ നമ്മളിവിടെ കയറിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ വായനശാലയുടെ മുമ്പിൽ ഇരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കാറൊന്നുമില്ല, പിന്നെ ഇതിലോട്ടൊന്ന് പോയപ്പം അങ്ങനെ ഇവിടെ കണ്ടിട്ടൊന്ന് ഇരുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ പത്രം മാതൃഭൂമിയേ ഉള്ളൂ, മലയാള മനോരമ ഇല്ല കേട്ടോ. ഞാൻ മലയാള മനോരമയാണ് വായിക്കുന്നത്. സ്കൂളിൽ നമ്മൾ ക്ലാസ്സിൽ മാതൃഭൂമിയും മലയാള മനോരമയും പത്രം രാവിലെ വന്ന് ടീച്ചർ ഇടും. അപ്പോൾ ഞാനാണെങ്കിൽ മലയാള മനോരമയാണ് കേട്ടോ എടുത്ത് വായിക്കുന്നത്. പിന്നെ കുറച്ച് എരപ്പൊക്കെ ഉണ്ടാകും. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടത്, ഇതിലോട്ട് ഇങ്ങനെ ഓട്ടോറിക്ഷകളും കാറുകളും ബൈക്കുകളും ഒക്കെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെ എരപ്പൊക്കെ കേൾക്കുന്നത് കേട്ടോ. മേടിക്കേണ്ട സാധനം നമ്മൾ മേടിച്ച് വന്നിട്ടുണ്ട്, വേറെ ഒന്നല്ല കേട്ടോ, ഷീറ്റാണേ. പിന്നെ കൂൾ ഡ്രിങ്കിന് വേണ്ടി ഒരു ഫിസിൻ്റെ ജ്യൂസും മേടിച്ചു. അപ്പോൾ ഏസ് അത് തടഞ്ഞിട്ടുണ്ട്, ഇനി കുടിക്കട്ടെ. കുടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് കാണാവേ. ടാറ്റാ. അപ്പോൾ ഗീസ്, ഞാൻ പറഞ്ഞ അതിഥി, ഫസ്റ്റത്തെ അതിഥി ഇന്നലെ വന്നത് ഇതാണ് കേട്ടോ. കണ്ടോ ഗീസ്. ഗൈസ്, ഇതാണ് കേട്ടോ സെക്കൻഡ് അതിഥി. ഗൈസ്, എനിക്ക് ചെറിയൊരു പണിയുണ്ട്, വേറെ ഒന്നല്ല കേട്ടോ. ഒരാൾക്ക് റീലെടുത്ത് കൊടുക്കണം. ആൾ വന്നപ്പോൾ തൊട്ട് പറയാണ് ഡാൻസൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് റീലെടുത്ത് തരണമെന്ന്. വേറെ ആർക്കല്ല കേട്ടോ, അതെ ഇവർക്കാണ്. ആളെ നല്ല ചോറൊക്കെ തിന്ന് ക്ഷീണത്തിലായിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി വീഡിയോ എടുത്തിട്ട് കാണാവേ. ടാറ്റാ. ഭയങ്കര മോശമാണ്. ഉമ്മ അടിച്ചു വരുന്നുണ്ടേ, അപ്പം ഞാൻ അടിച്ചു വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ഇന്ന് ചൂല് മേടിച്ചാണ് കേട്ടോ. നല്ല കേട്ടല്. വീണ്ടും ഇരുന്നു ഗൈസ്. ഞാനാണെങ്കിൽ ഊഞ്ഞാലി ഇരുന്ന് ആടുക, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇങ്ങനെ അനങ്ങുന്നത്. എന്താ കാണിക്കുന്നത് നമുക്കൊന്ന് നോക്കാം.
അമ്മ അവിടെ നിന്ന് അടിച്ചു വരുന്നുണ്ട്. ഒരു മഹാറാണി ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ് ഈ ചൂലിനെ പറ്റി പറയാനുള്ളത്? വളരെ വൃത്തികെട്ടതും നീചവുമായ ഒരു ചൂല്. കൂടുതൽ എനിക്കൊന്ന് പറയാം. കെട്ടി ഇത് ഇങ്ങനത്തെ ചൂടുണ്ടാക്കി വിൽക്കുന്നവന്മാരില്ലേ, കൈ കിട്ടുവാണെങ്കിൽ ഞാൻ ചാട്ടവാറുണ്ട്. അതെ, ഇതാരാ വാങ്ങിയത്? എന്നാ ഇത്? ഈ ചൂല് ഇതേപോലെ തന്നെ ഇളകി വരുമോ? പക്ഷെ അത് ഇതിനല്ല, ഇത് ഊരി വരത്തില്ല. എന്റെ കെട്ട് ലൂസായി ഊരി വരും. ഓക്കെ, നടക്കൂലല്ലേ? എങ്ങനെയാ ഇത്ര ദാരിദ്ര്യമാണെന്ന് തോന്നുന്നു കണ്ണൂർ ജില്ല ചൂട്. ഞാൻ യൂഞ്ഞാലിരുന്ന് ആടുമ്പം ഇവിടുന്ന് ആ ബെസ്റ്റ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ ഈ സംഭവം അങ്ങനെ തന്നെ ടപ്പേന്ന് പറയും ഇങ്ങനെ അടയുന്നു. പൊന്നും അടിക്കലില്ല, പക്ഷേ ഇത്ര വെച്ചിട്ട് കിട്ടും. അടിക്കുന്നുണ്ട് ഗൈസ്. ഇത്രയും ഇറുക്കിളി ബാക്കിയാണോ? ഇതിനെ കൊണ്ട് നമുക്ക് അടിച്ച് സഹായിച്ച് കൊടുക്കാം അല്ലേ? വായോ ഗൈസ്. ഇത് അടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ, പക്ഷെ ഒരാളെ കളിപ്പിക്കാം. അത് നോക്കുന്നുണ്ടോ? അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ദേ വരുന്നു. കൈസ് ദേ വരുന്നു, പോകുന്നുണ്ട് കേട്ടോ. ചേച്ചി കണ്ട് എവിടെ ഇപ്പൊ പോകുന്ന ആളാ? ആ കുട്ടി ബാ, ബേബാ ബാ, മോള് ബാ. ഇതാ എവിടെയാടി പോന്നേ? കണ്ടു ഗൈസ്, ഇവൾക്ക് റോഡ് ഗേറ്റ് ഒന്ന് തുറന്നാൽ മതി, അപ്പം തന്നെ റോഡിൽ പോവാ അല്ലേ? അയ്യോ, ഈ കുട്ടി ഊഞ്ഞാലിൽ ഇരിക്കത്തില്ല കേട്ടോ, അവൾക്ക് ഭയങ്കര പേടിയാണ്. അത് ഇങ്ങനെ ഓരോരോ കള്ളി വിട്ടിട്ടായതുകൊണ്ടേ ഗേറ്റ് ചാരിയേക്കാം. പോവോ അങ്ങനെ? പോവോ? പോവോ അങ്ങനെ? പോവില്ലല്ലോ. ആ കളിച്ചോ, നീ കളിച്ചോ. മെഡിക്കെയറൊക്കെ കൊടുത്തിട്ട് ഇന്നലെ കൊണ്ടുവന്നേ. മേലെ ചൊവ്വയിൽ ഫർബേസ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കൊടുത്തിട്ട് കൊണ്ടുവന്നേ. ഇന്നലെ നമ്മുടെ ചക്കരെ നല്ല രീതിയിൽ നോക്കി കേട്ടോ അവർ. പൊന്നെ ഞാൻ സഹായിക്കാൻ പഠിച്ചു തരാം. അയ്യോ വേണ്ട. അതന്നെ ഇതിനെ കൊണ്ടൊന്നും പോകുന്നില്ല. ലിയോനെ കളിപ്പിക്കാനേ ഈ സാധനം പറ്റത്തുള്ളൂ കേട്ടോ. ലിയോസേ ബാ കളിക്കാലോ. നമ്മുടെ ചെടികളൊക്കെ ഒതുക്കി വെച്ചിട്ടോ ആൾ വൃത്തിയാക്കുന്നതിലാണ്. അപ്പോൾ ഇവിടെ ഉണ്ടായ സപ്പോർട്ട നമ്മൾ നേരെ എടുത്ത് ബാക്കിൽ വെച്ചു. ഇവിടെ ഉണ്ടായ ചാമ്പ നമ്മളിത് അവിടെയും കൊണ്ടുവച്ചു. കണ്ടു, കാണിച്ചു തരാം. കണ്ടോ, അവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇത് കൊണ്ടുവച്ചപ്പോഴാണ് ഇതാണ്ടോ ഈ സംഭവം വീണത്. ഈ സംഭവം വീണ് നമ്മളെ 2 ചട്ടികൾക്ക് ഗുരുതര പരിക്ക് ഉണ്ടായിട്ടുണ്ട്. അതേതാണ്? ഞാൻ കാണിച്ചു തരാവേ അതേതാണെന്ന്. ആയിരിക്കേ ഈ ഒരു ഭാഗമാണ് ഗുരുതരാവസ്ഥയിൽ പൊട്ടിയിരിക്കുന്നത്. ഇതും വേറൊരു ചട്ടി ഉണ്ടല്ലോ, ചട്ടി അപ്പുറത്താണ്.
അപ്പുറത്താണുള്ളത് കേട്ടോ. 2 ചട്ടീൻ്റെ സൈഡും ഗുരുതര പെരുക്കായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇത് നമ്മുടെ സപ്പോർട്ടിനെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇത് പൂവിടും, മഴയാകുമ്പോൾ ഇതൊക്കെ നിലത്ത് വീടും. പിന്നെ നമ്മൾ കാവേരിക്കുട്ടന്മാരെ ഇവിടെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. കണ്ടോ, ഗുരുതരാവസ്ഥയിൽ പൊട്ടിയ 2 പരിക്ക് പറ്റിയ 2 ചട്ടികളുടെ പീസാണ് ഇത്. ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ആ പൊട്ടിയ ചട്ടിയുടെ പീസാണ് ഇത്. ചെറിയ ഇതാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാവേ. ഈ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ഇതിൻ്റെ പൊട്ടിയ ഭാഗമാണ് കേട്ടോ ഇത്. അത് നമ്മളെടുത്ത് ഇവിടെ വയ്ക്കുകയാണ് തൽക്കാലം. അതവിടെ വയ്ക്കാം. ഇത് ഈ ഒരു ചട്ടി വീണിട്ടാണ് കേട്ടോ ഇതിനും അതിനും ഗുരുതര പരുക്ക് പറ്റിയത്. എൻ്റെ കുട്ടപ്പന് നല്ല ക്ഷീണമാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് ബാക്കിത്തെ കാഴ്ച കാണാം കേട്ടോ. അവിടെ 2 ആൾ സംസാരിച്ച് പണിയൊക്കെ എടുക്കുകയാണേ. ഗൈസ്, ബാക്കിൽ അത്ര വിശേഷമൊന്നും ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഇന്നലെയാണ് ഈ സംഭവം വന്നത്, വൈകുന്നേരം. ഇത് വാങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് കൊണ്ടുവരും ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഉമ്മാനെ ഇങ്ങനെ ഞാൻ കുളിക്കുന്ന ടൈം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ചോദിച്ചു ആരാ അമ്മ. അപ്പോൾ ഉമ്മ പറഞ്ഞത് ഒരാൾ നമ്മളെ കാണാൻ വരുന്നുണ്ടെന്നാണ്. അപ്പോൾ ആരാണെന്ന് എനിക്കറിയില്ലേനും. ഞാൻ ചോദിച്ചു ലിയോപ്പനെ കൂട്ടാനല്ലേന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അല്ല, അവരൊന്നല്ല വിളിച്ചതെന്ന് പറഞ്ഞു. പിന്നെയാണിത് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ഒരു ഊഞ്ഞാൽ. ഞാനും ഉമ്മ അന്ന് പ്രൈസൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പക്ഷേ ഐഡിയൽ ഡെക്കറിന്നല്ല കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്, നോക്കിയിട്ടുണ്ടായിരുന്നത് വേറൊരു സ്ഥലത്തു നിന്നായിരുന്നു. പിന്നെ അത് ഇവർ ഐഡിയൽ ഡെക്കറിന്ന് മേടിച്ചാണ് കേട്ടോ ഇത്. ഈ ഒരു സ്ഥലത്തിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ അവിടുത്തെ ചേച്ചിയാണ് പറഞ്ഞത് ഈ ഒരു കളറിന് എടുത്തോന്ന്. റെഡ് കളർ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ഉള്ളത് മൊത്തം ഗ്രേ കളറാണ്. എല്ലാത്തിനും നല്ലോണം മാച്ച് ചെയ്യുന്നതും ഈ ഒരു കളറാണ്. റെഡ് ചേരത്തില്ലായിരുന്നു, കാരണം റെഡ് ഷർട്ടുകളുടെ പെയിൻറ്റിൻ്റെ കളറൊന്നല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മുടെ ഗേറ്റിൻ്റെ കളറും ഈ ഊഞ്ഞാലിൻ്റെ കളറും ഗ്രേ ആണ്. അതുപോലെ തന്നെ ഇതൊക്കെ ഈ ഒരു കളറിനൊക്കെ എന്താ പറയുക മാച്ചായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ, ഗ്രേ. അപ്പം ഇന്നലെ ഫസ്റ്റ് ഇത് ഉദ്ഘാടനം ചെയ്തത് ഞാനാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തുണീനെ കൊണ്ടൊക്കെ തുടച്ചിട്ട് ഞാൻ ഇരുന്ന് അത് കഴിഞ്ഞ ശേഷം 5:30 ആയപ്പോൾ ഞാൻ പള്ളിയിൽ പോകേണ്ട പ്രിപ്പറേഷനൊക്കെ നടത്തിയിട്ട് ഞാൻ പള്ളിയിൽ പോയ കേട്ടോ. ഞാൻ പള്ളിയിൽ പോയിട്ട് വരുന്ന ടൈം എപ്പോഴും കാവൽക്കാരനായിട്ട് നമ്മുടെ ലിയോപ്പി ഗേറ്റിൻ്റെ അവിടെയോ അല്ലെങ്കിൽ എവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും കേട്ടോ. എന്തായാലും അത് ഗേറ്റിൻ്റെ സമീപത്തുള്ള ഒരു സ്ഥലത്തായിരിക്കുമെന്നേ ഉള്ളൂ. ഈ 4 കല്ല്, ഇത്രയും വലിയ കല്ല് വെക്കാൻ ഇവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികളുടെ ശല്യം ഇപ്പം ഇതിൽ കൂടുതലാണ്. ഇവിടെയൊക്കെ വന്നിട്ട് ഓരോരോ പട്ടികളിങ്ങനെ നോക്കും കേട്ടോ. ഭാഗ്യത്തിന് ഒരു പട്ടിയും ഇതുവരെ ഇതിനെ നമ്മളെ പൂച്ചേനെ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് പട്ടികളൊക്കെ ഉപ്പ കാണുകയാണെങ്കിൽ ഉപ്പാക്ക് പെട്ടെന്ന് ഈ കല്ല് ഉപകാരപ്പെടും, എടുത്തെറിയാലോ. അവരുടെ എവിടെയാണോ കാണുന്നത് അവിടെ എടുത്തെറിയാലോ. ഇന്നലെ ഈ ചെടികളൊക്കെ സ്ഥാനം തെറ്റിയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ഇപ്പം നമ്മൾ ശരിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വാങ്ങിച്ച ഷീറ്റ് കെട്ടണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മഴ കൊണ്ടിട്ട് തുരുമ്പ് പിടിക്കും. അപ്പം മഴ കൊള്ളാത്ത വിധത്തിൽ ഒരു കുഞ്ഞ് ഷീറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. അതെടുത്ത് ഇവിടെ ഇങ്ങനെ വെക്കണം. പിന്നെ ഞാൻ ഇന്നലെ പള്ളി വിട്ട് വന്നപ്പോൾ ലിയോപ്പി ഇതേപോലെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിയോപ്പിന്നൊക്കെ വിളിച്ച് അവിടെയൊക്കെ തടവി. അപ്പം ഉമ്മാൻ്റെ കയ്യിൽ ബാഗ് കൊടുത്തിട്ട് ഉമ്മ പറഞ്ഞു ഇതിനെവിടെ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മാക്ക് പല്ലുവേദന ഉള്ളതുകൊണ്ട് ഉമ്മാക്ക് അത്രയ്ക്കൊന്നും വർത്താനം പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനെടുത്ത് ഇവിടെ വെച്ചു, സെൻട്രലിൻ്റെ നടുവിലായിട്ട് വെച്ചു കൊടുത്തു. പിന്നെ ആൾ എന്താ പറയുക, രാത്രി വരെ ഉറങ്ങുന്ന ടൈം വരെ ആൾ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലായിട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ രോമം വളർന്നു വരാൻ എത്രയോ മാസം എടുക്കുമെന്നാണ് പറഞ്ഞത്. 3 മാസമോ അങ്ങനെ എത്രയോ മാസം പിടിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ആളിപ്പം അതിൻ്റെ രോമം ഒരു ചെറുതായിട്ട് കുറച്ചായിട്ട് പൊടിയുന്നുണ്ട്. എന്നാലും അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതലായിട്ട് വരുവാണെങ്കിൽ നമ്മൾ എന്തായാലും പുറത്താക്കും കേട്ടോ. നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ലിയോപ്പിൻ്റെ രോമമൊക്കെ നിങ്ങൾ കണ്ടതല്ലേ. അപ്പം അതുകൊണ്ടാണ് ആൾ ഇങ്ങനെ പുറത്താക്കിയിട്ട് ഉള്ളിലൊന്നും ആക്കാതെ ഇരുന്നത്. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ഇതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കണേ.
അപ്പം ആൾ ഉള്ളിൽ നിന്നിലാക്കി ആൾക്കുള്ള പ്രത്യേകം ക്യാറ്റ് പുഡിങ് ഉണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ആൾക്ക് ഇനി കൊടുക്കണം. ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ആൾ ഫുള്ളും ഫിനിഷ് ആക്കിയതിന് ശേഷമാണ് ആളെ ചിക്കൻ വെജ് തീറ്റ നമ്മൾ കൊടുത്തത്. അപ്പം ആൾക്കാണെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ഒക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആളെ വളകാപ്പിൻ്റെ പരിപാടിയൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. ഇതിപ്പോൾ നമുക്കൊരു ചാനലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും കൂടി അറിയിക്കും. അത് നമ്മൾ ഇതിൻ്റെ ഒരു ടൈറ്റിൽ തന്നെ നമ്മൾ അതിൽ കൊടുത്തിട്ടില്ല, സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, മനസ്സിലാകാത്തുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഇത്രയും വലിയ വീഡിയോ എടുത്തു, അപ്പോൾ ഒരു ലോങ് ടീം മിലിഫാണ് തന്നെ ആണ് കേട്ടോ ഇത്. കൈസ് ഇതുണ്ടോ, വേറെ എവിടെ അവൾക്ക് നിൽക്കാൻ സ്ഥലം കിട്ടിയില്ല. സംഭവം എന്താ, പേരൊക്കെ പറിക്കാനാണ് ആൾ കയറിയിട്ടുള്ളത്. ഇതെന്നതായത്, അത് പറിച്ച് കയ്യിലെടുത്ത് കഴിക്കേ. ബുത്തോന്ന് നോക്കിയതാ. കടിച്ചില്ലെന്ന് എടുക്ക, കിളിയാണോ? വീകല്ലേ, താഴെ ഇറങ്ങ്. എന്നതൊക്കെയാ കുസൃതി. താങ്കൾ എന്തെടുക്കുക? എന്താ വാഴയുടെ എല്ലാം മറ്റുള്ളവ തൈകൾക്ക് ശല്യമാകുമ്പോൾ ഞാൻ അതിനെ ഇങ്ങനെ കണ്ടിച്ച് ഇങ്ങനെ ശേഖരിച്ച് ഇവിടെ ഇതിൻ്റെ അകത്ത് ഇടും ചാക്കിൽ. എന്നിട്ട് വേണം ഉണങ്ങിക്കഴിഞ്ഞാൽ അവരെ കൂട്ടത്തോടെ, ഇത് മഴയായതുകൊണ്ടാണ് ഇങ്ങനെ വാരി വെക്കുന്നത്, നമുക്ക് വിശ്വസിച്ച് പുറത്തിടാൻ പറ്റില്ല. വെയിൽ വരുമ്പോൾ ഈ ചാക്കോടെ ഞാൻ വെയിലത്തെടുത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവർ ഉണങ്ങട്ടെ. കണ്ടോ, കഷ്ടപ്പെട്ട് കടിച്ചിട്ട് ആള് റോസ് കളർ കണ്ടിട്ട് സന്തോഷിക്കുന്നു. അങ്ങനെ ഗൈസ്, മുമ്പിലുണ്ടായിരുന്ന ലിയോപ്പി ഇവിടെ എത്തിട്ടോ. ഇവളെ വെറും പേർഷ്യനല്ല, ഇവള് ഹിമാലയൻ പേർഷ്യനാണ് കേട്ടോ നമ്മളെ ലിയോപ്പി. ആൾക്ക് പ്രത്യേകം മെഡിക്കെയറൊക്കെ കൊടുത്തിട്ട് ഇന്നലെ കൊണ്ടുവന്നേ. അപ്പോൾ നമ്മളിങ്ങനെ വിശേഷം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.